നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കേരളത്തിൽ 2026 ഏപ്രിൽ 9-നാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ്. മെയ് 5-നാണ് റിസൾട്ട് വരുന്നത്. ഇപ്പം കേരളത്തിൻ്റെ ഒരു ക്ലൈമറ്റ് എടുത്ത് നോക്കുമ്പോൾ ഭരണമാറ്റം ഉണ്ടാകാനാണ് സാധ്യത. കാരണം എന്ന് വെച്ചാൽ ഈ ഇപ്പോഴത്തെ LDF സർക്കാർ ഒരുപാട് പോരായ്മകൾ നമുക്കുണ്ടായിട്ടുണ്ട്. ഒരുപാട് പ്രശ്നങ്ങൾ നമ്മളൊക്കെ നേരിടേണ്ടി വന്നിട്ടുണ്ട്. ഇപ്പോൾ പറയുകയാണെങ്കിൽ പെൻഷൻ്റെ കാര്യത്തിലും പിന്നെ ശമ്പളം മുടങ്ങിയതിൻ്റെയും PSCയുടെയും അതുപോലെ തന്നെ ആശാ വർക്കർമാരുടെയും ഇപ്പോൾ കേരളത്തിലെ പ്രൈവറ്റ് ഹോസ്പിറ്റലിലെ നേഴ്സുമാരൊക്കെ സമരത്തിലാണ്. അടിസ്ഥാന ശമ്പളമായിട്ട് 40,000 രൂപ. അതുപോലെ തന്നെ ഒരുപാട് മറ്റു കുഴപ്പങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള, പിന്നെ ഈ സർക്കാരിൻ്റെ അനാവശ്യമായിട്ടുള്ള പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ നവകേരള സദസ്സ്, ഇപ്പോൾ ബസ്സിൻ്റെ ഇതിന് ഒരുപാട് ചിലവ് വന്നു. പിന്നെ അതുപോലെ ശബരിമലയിൽ എന്തോ ഒരു പരിപാടി വന്ന് അതും ഒരുപാട് ചിലവായി പാഴായിപ്പോയി. കേരളീയം പരിപാടി, അങ്ങനെ ഒരുപാട് അനാവശ്യമായിട്ടുള്ള ചിലവുകൾ നടത്തിയിട്ടുള്ള ഒരു സർക്കാരായിരുന്നു LDF സർക്കാർ. ഇപ്പം ഭരണമാറ്റത്തിൻ്റെ ഒരു ട്രെൻഡാണ്, അതിൻ്റെ ഒരു അവസ്ഥയാണ് ഇപ്പോൾ കേരളത്തിൽ കാണുന്നത്. ഒരുപാട് ആളുകൾ പറയുന്നുണ്ട്, അതുപോലെ തന്നെ പേടിച്ച് പറയാതിരിക്കുന്ന ആളുകളുമുണ്ട്. ഇപ്പം രാഹുൽ ഗാന്ധി ഇപ്പം 5 ഗ്യാരണ്ടികളുമായിട്ടാണ് മുന്നോട്ട് വന്നിരിക്കുന്നത്. ഇപ്പം സ്ത്രീകൾക്ക് KSRTC ബസ്സിൽ സൗജന്യ യാത്ര, കോളേജ് വിദ്യാർത്ഥികൾക്ക് 1000 രൂപ പ്രതിമാസം, പിന്നെ ക്ഷേമ പെൻഷൻ 3000 രൂപ, ഈ പ്രായമായ ആളുകളെ നോക്കാൻ വേണ്ടിയിട്ടുള്ള പദ്ധതി, ആരോഗ്യ ഇൻഷുറൻസ് 25 ലക്ഷം രൂപ, അതുപോലെ തന്നെ യുവാക്കൾക്ക് ബിസിനസ് തുടങ്ങാൻ വേണ്ടിയിട്ട് 5 ലക്ഷം രൂപ പലിശരഹിതമായ വായ്പ. അങ്ങനെ 5 ഗ്യാരണ്ടികൾ കൊടുക്കുമെന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞിരിക്കുന്നത് ഭരണം കിട്ടിയാൽ. ഇപ്പോൾ കേരളത്തിൻ്റെ നോക്കുമ്പോൾ ഭരണമാറ്റത്തിനുള്ള സാധ്യതകൾ തന്നെയാണ്. കാരണം കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പുകളിൽ LDFിലെ പലയിടങ്ങളിലും UDF സീറ്റ് പിടിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ആലപ്പുഴ, ഞാൻ ആലപ്പുഴയിലാണ്. ഇപ്പോൾ ആലപ്പുഴ മുനിസിപ്പാലിറ്റി ഭരിക്കുന്നത് UDF ആയിരുന്നു. ഒരു സ്വതന്ത്രം കാരണമാണ് ആലപ്പുഴയിൽ UDFന് ഭരണം കിട്ടിയത്. അയാളുടെ ഒരു ലക്ഷ്യം എന്ന് പറഞ്ഞാൽ വികസനമാണ്. അതുപോലെ തന്നെ വികസന കാര്യങ്ങളിലൊക്കെ വളരെ പുറകോട്ടായിരുന്നു കേരളം. ഇപ്പം എൻ്റെ അഭിപ്രായം എന്ന് പറഞ്ഞാൽ എന്നിൽ മാത്രം നിഷിദ്ധമാണ്. എൻ്റെ അഭിപ്രായത്തിൽ കേരളത്തിൽ ഒരു കാരണവശാലും ഒരേ പാർട്ടി തന്നെ ഭരിക്കരുത്. ഇപ്പോൾ LDF 2 തവണ ഭരിച്ചു, അതുപോലെ ഒരിക്കലും ഒരു പാർട്ടി തന്നെ തുടർന്ന് ഭരിക്കരുത്. അങ്ങനെ ഭരിച്ചു കഴിഞ്ഞാൽ അവർക്ക് പുതിയതായിട്ടുള്ള ആശയങ്ങളൊന്നും ഉണ്ടാകത്തില്ല. ഇപ്പം രാഹുൽ ഗാന്ധി ഇപ്പോൾ ഈ 5 ഗ്യാരണ്ടികൾ കൊണ്ടുവന്നു. അങ്ങനെ കേരളത്തിൽ ഈ ഒരു പ്രാവശ്യം ഈ ഒരു 5 വർഷം LDF ആണെങ്കിൽ അടുത്ത 5 വർഷം UDF, അതിൻ്റെ അടുത്ത വർഷം LDF, പിന്നെ UDF, അങ്ങനെ മാറി മാറി ഭരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അതാകുമ്പോൾ ജനങ്ങൾക്കും വലിയ തലവേദനയും ഉണ്ടാകത്തില്ല. ഇപ്പം പറയുകയാണെങ്കിൽ ഒരുപാട് രീതിയിൽ പോരായ്മയുണ്ട്. ഇപ്പോൾ ഈ LDF സർക്കാരിന് ഈ പ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ വലിയ റിസ്ക്കാണ്. ഇപ്പോൾ ഈ കൊല്ലത്തെ കാര്യം വെച്ച് നോക്കുകയാണെങ്കിൽ MLA മുകേഷിൻ്റെ, ഈ MLA മുകേഷിന് ഇതുവരെയും കൊല്ലത്തിലെ ജനങ്ങളൊന്നും കണ്ടിട്ടില്ല. അപ്പോൾ അയാളുടെ നാട്ടിൽ വികസനങ്ങളൊക്കെ വളരെ കുറവാണ്. ഇപ്പോൾ റോഡിൻ്റെ കാര്യത്തിലൊക്കെ വളരെ പുറകോട്ടാണ് ഈ കൊല്ലത്തെ കാര്യം. ഇപ്പോൾ മുകേഷിൻ്റെ ഒരു എന്താ പറയുക, കയ്യിരിപ്പ് കൊണ്ട് തന്നെ കൊല്ലത്തുള്ള പലയിടങ്ങളിലും UDF കൈക്കലാക്കി. അങ്ങനെ മുകേഷിനെ വെറുത്തു പോയിട്ട് ഉള്ളതാണ് ആളുകൾ. അയാളുടെ ഫോൺ സംഭാഷണങ്ങളൊക്കെ ആളുകൾ നല്ല രീതിയിൽ റിയാക്ട് ചെയ്തിട്ടുള്ളതാണ്. അയാളുടെ ഒരു കയ്യിരിപ്പ് കൊണ്ട് തന്നെ LDF സർക്കാരിന് ഈ പ്രാവശ്യം കൊല്ലത്തൊക്കെ വളരെ വലിയ റിസ്ക്കാണ്. അതുപോലെ തന്നെ ഇപ്പം കേരളത്തിലൊക്കെ വികസനങ്ങളുടെ കാര്യത്തിലൊക്കെ പുറകോട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പം നല്ല കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ട് കേട്ടോ, അതും നമ്മൾ എടുത്തു പറയണം. ഇപ്പം 2016 തൊട്ട് 21 എടുത്ത് നോക്കുകയാണെങ്കിൽ LDF സർക്കാരിൻ്റെ ഒക്കെ നല്ല മികച്ച ഭരണം തന്നെയാണ്. കാരണം ഇപ്പോൾ G സുധാകരൻ ഇപ്പോൾ ആലപ്പുഴയിൽ ഒരുപാട് വികസനങ്ങൾ കൊണ്ടുവന്നു. റോഡിൻ്റെ കാര്യത്തിലൊക്കെ വികസനങ്ങൾ കൊണ്ടുവന്നു. പിന്നെ ആ സമയത്താണ് പ്രളയം വരുന്നത്, ഓഖി വരുന്നതും നിപ്പ വരുന്നത്, കോവിഡൊക്കെ വരുന്നത്. അപ്പോൾ ഇതിനെയൊക്കെ അന്നത്തെ ഒന്നാം പിണറായി സർക്കാർ നന്നായിട്ട് അതിജീവിക്കുകയും പ്രതിരോധിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ജനങ്ങൾക്ക് ഒരുപാട് ഉപകാരമായിട്ടുണ്ടായിരുന്നു. ചിലപ്പോൾ അതിൻ്റെ തുടർച്ചയിലാണോ അല്ല അതിൻ്റെ നന്മയിലാണോ തുടർഭരണം കിട്ടിയെന്നറിയില്ല. ഇപ്പോൾ പറയുന്നത് ഇപ്പോൾ കിറ്റ് കൊടുത്ത് വശത്താക്കിയതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഏതാണ് ശരി എന്നറിയത്തില്ല. 2016 തൊട്ട് 21 എടുക്കുമ്പോൾ നല്ലൊരു ഭരണം തന്നെയാണ്. ഇപ്പം
രണ്ടാം പിണറായി സർക്കാരാണ് ഒരുപാട് പോരായ്മകളുണ്ടായി, ഭരണം മോശമായി പോയത്. ഇപ്പോൾ പറയുകയാണെങ്കിൽ ആരോഗ്യവകുപ്പ്, ഇപ്പോൾ ഒരു മന്ത്രിസഭയിലെ ഏറ്റവും വലിയൊരു വകുപ്പാണ് ആരോഗ്യവകുപ്പ്. ആരോഗ്യവകുപ്പ് എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ജനങ്ങൾക്ക് ഏറ്റവും വലിയൊരു ആവശ്യമാണ്. അതിന് നല്ല രീതിയിൽ കൊണ്ടുപോകേണ്ട ഒരു കടമയുണ്ട്. അതിൽ തന്നെ ഒരുപാട് പോരായ്മകൾ ഉണ്ടായിട്ടുണ്ട് ആരോഗ്യവകുപ്പിൽ. ഇപ്പോൾ കേരളത്തിലെ ഇപ്പോൾ തന്നെ പറയുകയാണെങ്കിൽ ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിലെ ശസ്ത്രക്രിയയിലെ പിഴവ്, കത്രിക വെച്ചത്, അതുപോലെ തന്നെ ഈ ഓപ്പറേഷൻ ചെയ്യുന്ന പിഴവിൽ കൈ പോയതും, അങ്ങനെ ഒരുപാട് എന്താ പറയുക പോരായ്മകളുണ്ട്. ഇപ്പോൾ ഈ രണ്ടാം പിണറായി സർക്കാർ മികച്ചതാണോന്ന് മനസ്സിലാക്കുന്നത് ഈ വീണ ജോർജിന്റെ വിജയം കൊണ്ടാണ്. അതുപോലെ തന്നെ അവർ ട്രോളും അവർക്ക് ആക്ഷേപങ്ങളും ഉണ്ടായിട്ടുണ്ട്, അവർ അഭിനയമാണെന്ന് പറഞ്ഞത്. അങ്ങനെ ഈ പ്രാവശ്യത്തെ ഇലക്ഷൻ എന്ന് പറഞ്ഞാൽ LDF സർക്കാരിന് നല്ല രീതിയിൽ റിസ്ക് ആണ്. ഇപ്പം ഞാൻ താമസിക്കുന്നത് ആലപ്പുഴയാണ്, എൻ്റെ താലൂക്ക് അമ്പലപ്പുഴയാണ്. ഇപ്പം LDF തന്നെ പ്രശ്നങ്ങളാണ്, ഇപ്പം പാർട്ടിക്കകത്ത് തന്നെ പ്രശ്നമാണ്. ഇപ്പം LDFിലുള്ള ആളുകൾ പാർട്ടി വിട്ട് ഇപ്പം BJPയിലോട്ടും കോൺഗ്രസിലോട്ടൊക്കെ പോകുന്നുണ്ട്. അതുപോലെ തന്നെ ആ പാർട്ടിയിലുള്ള വേറെ പാർട്ടിയിലുള്ള ആളുകൾ അതിലോട്ട് പോകുന്നവരുമുണ്ട്. അപ്പം എൻ്റെ ഇതെന്ന് പറഞ്ഞാൽ അമ്പലപ്പുഴയാണ്. ഇപ്പം ഈ അമ്പലപ്പുഴയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഈ കഴിഞ്ഞ 5 വർഷം നോക്കുമ്പോൾ ഈ വികസന കാര്യങ്ങളിലൊക്കെ വളരെ പുറകോട്ടാണ്. ഇപ്പം ഈ വണ്ടാനം മെഡിക്കൽ കോളേജിലൊക്കെ ഒരുപാട് പോരായ്മകളുണ്ട്. ഇപ്പം അവിടുത്തെ വികസന കാര്യങ്ങളിലും ജോലി കാര്യങ്ങളിലും അവിടെ മറ്റു ആധുനിക സൗകര്യങ്ങളുടെ കാര്യത്തിലൊക്കെ ഒരുപാട് പോരായ്മകളുണ്ട്. ഇപ്പം നല്ലൊരു കസേരകളില്ല, ഇപ്പോൾ ബൈസ്റ്റാൻഡേഴ്സിന് ഇരിക്കാൻ നല്ല കസേരകളില്ല. അതുപോലെ തന്നെ ലിഫ്റ്റ്, ഈ ഒരു ഹോസ്പിറ്റലിൽ ലിഫ്റ്റ് എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇപ്പോൾ വണ്ടാനത്തൊക്കെ നോക്കുമ്പോൾ മുമ്പൊക്കെ നോക്കുമ്പോൾ, ഇപ്പം എനിക്കറിയത്തില്ല, കുറച്ച് നാൾക്ക് മുമ്പൊക്കെ നോക്കുമ്പോൾ ലിഫ്റ്റുകളിൽ പകുതിയും വർക്കിംഗ് അല്ലായിരുന്നു. ഇപ്പോൾ പേഷ്യൻസും ബൈസ്റ്റാൻഡേഴ്സും മറ്റാളുകളൊക്കെ തമ്മിൽ വഴക്കുകളാണ്. അങ്ങനെ ഒരുപാട് പോരായ്മകൾ ഉണ്ടായിട്ടുണ്ട്, വികസനങ്ങൾ ഉണ്ടായില്ല. അതുപോലെ തന്നെ ഒരുപാട് യുവാക്കൾ നമ്മുടെ നാട് വിട്ട് മറ്റ് രാജ്യങ്ങളിൽ ചെന്ന് ജോലി ചെയ്യുന്നു. അപ്പോൾ ഈ അമ്പലപ്പുഴയിൽ ഈ കഴിഞ്ഞ 5 വർഷം നോക്കുമ്പോൾ വികസനങ്ങളൊക്കെ വളരെ കുറവായിരുന്നു. പിന്നെ ഈ MLAയും കാണാറില്ല. അപ്പോൾ ഇപ്പോൾ സുധാകരൻ ഇപ്പം LDFിന് എതിരായിട്ട് വന്നിരിക്കുകയാണ്. ഇപ്പം ജനകീയനായി സ്വതന്ത്രനായിട്ടിരിക്കുക, ജനകീയ സ്വതന്ത്രനാണ് അതെ. അപ്പോൾ UDF പിന്തുണയ്ക്കുന്നു. ഇപ്പം LDFിന് ഇത് വലിയൊരു റിസ്ക് ആണ്. ഇപ്പം അമ്പലപ്പുഴ വിജയ സാധ്യത കൂടുതലും സുധാകരനിൽ നിന്ന്. കാരണം സുധാകരനെ വെച്ച് നോക്കുമ്പം അഴിമതിയില്ല, പിന്നെ വികസന പ്രവർത്തനങ്ങളിലൊക്കെ നല്ല കൃത്യമാണ്. പിന്നെ പെട്ടെന്ന് ചൂടാവും ഈ സുധാകരൻ. അല്ലാതെ ഇപ്പം വേറെ കള്ളത്തരങ്ങളോ അല്ലെങ്കിൽ വികസന പ്രവർത്തനങ്ങളിൽ ഡിലേ ഒന്നുമില്ല, കൃത്യമായിട്ട് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ സുധാകരൻ പറയുന്നത് ഇപ്പം UDFിൽ നിന്നും ഒരുപാട് വോട്ട് കിട്ടും, LDFിൽ നിന്നും കിട്ടും, BJPയിൽ നിന്ന് 5000 വോട്ടുകൾ കിട്ടും, അങ്ങനെ നല്ല രീതിയിൽ ജയിക്കും. ഇപ്പോൾ സുധാകരനും പിണറായി വിജയനും തമ്മിലൊക്കെ ഉള്ളൊരു ഫൈറ്റാണ്. പിണറായി എന്ത് പറഞ്ഞാലും അടുത്ത ഇതിൽ പുള്ളി മറുപടിയായിട്ട് വരും. അപ്പോൾ ഈ പ്രാവശ്യത്തെ ഇലക്ഷൻ എന്ന് പറഞ്ഞാൽ നല്ല രസമാണ്. ഇപ്പം അമ്പലപ്പുഴയിലൊക്കെ സുധാകരൻ വേഴ്സസ് പിണറായി വിജയൻ. അപ്പം എല്ലാം കൊണ്ട് നോക്കുമ്പോൾ UDFിന് അനുകൂലമായിട്ടാണ് വരുന്നത്. ഇപ്പം സ്വർണ്ണക്കൊള്ള, ശബരിമല സ്വർണ്ണക്കൊള്ള, പിന്നെ ഈ ആശാ വർക്കർമാരുടെ സമരം, പെൻഷൻ മുടങ്ങിയത്, അങ്ങനെയൊക്കെ, പിന്നെ ആരോഗ്യ മേഖലയിലെ പ്രശ്നങ്ങൾ. അപ്പം എല്ലാം കൊണ്ടും LDFിന് എതിരാണ്. പിന്നെ എൻ്റെ ആഗ്രഹം, എൻ്റെ ഇതെന്ന് പറഞ്ഞാൽ എൻ്റെ ആഗ്രഹം എന്നിൽ മാത്രം നിഷിദ്ധമാണ്. എൻ്റെ ഇപ്പം തീരുമാനം എന്നിൽ മാത്രമുള്ളതാണ്. എൻ്റെ ആഗ്രഹവും ഭരണം മാറണം, എന്നാലേ കേരളത്തിൽ എന്താ പറയുക പുരോഗമനം ഉണ്ടാകത്തുള്ളൂ. ഇപ്പോൾ LDF സർക്കാർ നല്ലത് ചെയ്തിട്ടില്ല എന്നൊന്നും ഞാൻ ഒരിക്കലും പറയത്തില്ല. ഒരുപാട് കാര്യങ്ങൾ അവർ ചെയ്തിട്ടുണ്ട്. വയനാട്ടിലൊക്കെ വീട് വെച്ച് കൊടുത്തതിൻ്റെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അവർ. ഇപ്പോൾ ആലപ്പുഴയിൽ വലിയ പാലം ഒക്കെ വെച്ച് കൊടുത്തവരാണ് LDF സർക്കാർ. പക്ഷെ ഭരണം മാറി വരണം, എന്നാലേ LDFിന്, കമ്മ്യൂണിസ്റ്റുകാർക്ക് ഈ പാർട്ടിയോടുള്ള വില മനസ്സിലാകത്തുള്ളൂ. ഇപ്പോൾ പിണറായി വിജയനെ വെച്ച് നോക്കുമ്പോൾ ഏതൊരു പരിപാടി വന്നാലും മൈക്ക് മുടക്കും, പിന്നെ പെട്ടെന്ന് ദേഷ്യപ്പെടും. അങ്ങനെയൊക്കെ ഒരുപാട് ആളുകൾക്ക് ഇതുണ്ട്, ഒരു പരാതിയുണ്ട് ഇയാളെക്കുറിച്ച്. പിന്നെ നാട്ടിൽ പുതിയ പുതിയ വികസനങ്ങളും പുതിയ പുതിയ ആശയങ്ങളും വേണം. അതിന് ഭരണം മാറി വരണം. ഈ ഭരണമാറ്റം എൻ്റെ മാത്രമായിട്ടുള്ളൊരു അഭിപ്രായമാണ്, അത് എന്നിൽ മാത്രം നിഷിദ്ധമാണ്. ഇപ്പം നിങ്ങൾക്കും നിങ്ങളുടേതായിട്ടുള്ള അഭിപ്രായങ്ങളുണ്ട്. ആ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കാൻ വേണ്ടിയിട്ടുള്ള, കാണിക്കാൻ വേണ്ടിയിട്ടുള്ള സമയമാണ്
ഏപ്രിൽ 9-ാം തീയതി വരുന്ന വ്യാഴാഴ്ച. നിങ്ങൾ വളരെ ശ്രദ്ധയോടെ ആരാണ് ഏറ്റവും മികച്ചത്, ഈ പറഞ്ഞ ഗ്യാരണ്ടികൾ പാലിക്കാൻ ഇവർക്ക് കഴിയുമോ, ഈ പറയുന്ന പരസ്യങ്ങളൊക്കെ സത്യമാണ്. ഇപ്പം ഒരുപാട് പരസ്യങ്ങൾ 3 മുന്നണികളും നടത്തുന്നുണ്ട്. ഇതൊക്കെ സത്യമാണോ, ഇതൊക്കെ യാഥാർത്ഥ്യമാകുമോ എന്നുള്ളൊരു ചിന്ത നന്നായി ചിന്തിച്ച് വേണം വോട്ട് ചെയ്യാൻ. കാരണം നമുക്ക് 5 വർഷത്തിൽ ഒരിക്കൽ മാത്രം കിട്ടുന്ന ഒരു അവസരമാണ്. അതുകൊണ്ട് നമ്മൾ വളരെ ശ്രദ്ധയോടെ വോട്ട് ചെയ്ത് വിജയിപ്പിക്കുക, ഭരണത്തിലേക്ക് എത്തിക്കുക. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം അത് നല്ലതാകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാം. നല്ല കമൻറ്റുകൾ ആയിരിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും 3 മുന്നണികൾക്കും എല്ലാ വിജയാശംസകളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. ബൈ.